നമുക്കിന്ന് കുബർനീസ് ക്ലസ്റ്ററിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ മെയിൻ കോമ്പോണൻസ് ഓഫ് ദ കുബർനറ്റീസ് ക്ലസ്റ്റർ. ഓക്കെ, അപ്പം നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ട കുബർനറ്റീസിൻ്റെ ക്ലസ്റ്ററിന് നമുക്ക് മെയിൻലി രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന് നമ്മളതിനെ മാസ്റ്റർ നോട്ട്സ് എന്ന് പറയും, മാസ്റ്റേഴ്സ് എന്ന് പറയും. പിന്നെ പറയുന്നത് നമ്മൾ വർക്കർ നോട്ട്സ് എന്ന് പറയും, വർക്കേഴ്സ് എന്ന് പറയും. ഓക്കെ, വർക്കേഴ്സിനെ നമ്മൾ നോട്ട്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ വി എംസ് ആയിരിക്കും. വി എംസ് അല്ലെങ്കിൽ ഡബ്ല്യുഎസിൻ്റെ കോൺസെപ്റ്റിൽ ഇതൊരു EC2 ഇൻസ്റ്റൻസ് ആണ്. EC2 ഇൻസ്റ്റൻസ് ആയിട്ട് വരും. ഇപ്പം നമ്മുടെ ഒരു ഡേറ്റാ സെൻറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇതൊരു ഓരോ വി എമ്മുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമുക്ക് മെയിൻലി നോക്കേണ്ടത് തന്നെ കോമ്പോണൻസ് ആണ് നോക്കുന്നത്. സോ മെയിൻലി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു API സെർവർ. വാട്ട് ഈസ് മെൻ ബൈ API സെർവർ? API സെർവർ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ, ലെറ്റ്സ് സേ ഞാൻ പറയുന്നു kubectl ഒരു എന്താ പറയുക, ഒരു kubectl ഗെറ്റ് പോട്ട്സ്, അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ മാസ്റ്ററിനോട് പറയുകയാണ് എത്ര നോഡ് ഉണ്ട് എന്ന് നമ്മൾ പറയണം. അതായത് ഗെറ്റ് നോട്ട്സ്. ഓക്കെ, നമ്മൾ നോഡ് ഉണ്ടെന്ന് പറയണം. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ kubectl എന്ന് പറഞ്ഞ EXE, kubectl എന്ന് പറഞ്ഞൊരു kubectlൻ്റെ ഈ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞ EXE അത് നമ്മുടെ മാസ്റ്റർ ക്ലസ്റ്ററിലോട്ട് ചേർന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു API സെർവറിലോട്ടായിരിക്കും. നമുക്ക് ഈ ക്ലൗഡ് API എടുക്കണ്ട. നമുക്ക് ഈ ക്ലൗഡിലേക്ക് നമുക്ക് പോകണ്ട. നമുക്ക് ക്ലൗഡ് അല്ലാതെ നമ്മൾ വിചാരിക്കുക ഇതൊരു API ആണ്. നമ്മൾ വിചാരിക്കുക ഇതിനകത്തൊരു API സെർവർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ API സെർവർ നോക്കുക. നമ്മൾ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നേരെ ഇതിലോട്ടാണ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ വെളിയിൽ നിന്ന് നമ്മൾ പറയുന്നു, ഗെറ്റ് പറയുന്നു, അല്ലെങ്കിൽ പറയുന്ന ഡിലീറ്റ് പറയുന്നു. അതായത് kubectl കണക്ടിവിറ്റി, kubectl എന്ന് പറയുമ്പോഴത്തേക്ക് കണക്ടിവിറ്റി ടു ദ മാസ്റ്റർ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ ഇപ്പോൾ പറയാണ്, ഫോർ എക്സാമ്പിൾ kubectl ഗെറ്റ് നോട്ട്സ്. നമ്മൾ ഗെറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ kubectl എന്ന് പറഞ്ഞൊരു ബൈനറിയാണ്. ഈ ബൈനറി ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ക്ലസ്റ്ററുമായിട്ടുള്ള ക്രിഡൻഷ്യൽസ് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് ആക്ച്വലി API കോൾസ്. ഈ പറയുന്ന API ഗെറ്റ്, നമുക്കിവിടെ ഗെറ്റ് എന്ന് പറയും. നമുക്ക് ഗെറ്റ് ഉണ്ട്, ഡിസ്ക്രൈബ് ഉണ്ട്, അങ്ങനെ പല ഗെറ്റ് ഉണ്ട്, ഡിസ്ക്രൈബ് ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ പറയുന്നത് ഡിലീറ്റ് നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് പറയാം. ഈ പറയുന്നതെല്ലാമാണ് ആക്ച്വലി നമ്മുടെ API കോൾസ്. ഈ പറയുന്ന API കോൾ ഏതിലോട്ട് പോകുന്നു, എന്നിട്ട് ഈ API കഴിഞ്ഞിട്ട് പറയുന്നതാണ് ഏത് കൊമ്പോണൻറ്റ്. നമുക്ക് ഇതിനകത്ത് പല കൊമ്പോണൻസ് ഉണ്ട്. നമ്മൾ കൊമ്പോണൻസിലേക്ക്. നമുക്കിപ്പം നമ്മൾ നോഡിലേക്ക് മാത്രമാണ്. നമുക്ക് ആ API സെർവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, ജസ്റ്റ് ഈ നോട്ട്സ് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് കൊമ്പോണൻസ് വേറെ വരുന്നുണ്ട്. നോട്ട്സ്, സെർവേഴ്സ്, സർവീസസ്, ഡിപ്ലോയ്മെൻറ്റ് പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വരുന്നുണ്ട്. നമുക്കത് നോക്കാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. പക്ഷേ നമുക്ക് അറിയേണ്ടത് നമുക്ക് API സെർവർ എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ, API സെർവർ എന്താണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഈ പറഞ്ഞ kubectl എന്ന് പറഞ്ഞ സംഭവം ഏത് ടൈപ്പ് ഓഫ് കോളാണ്? ഗെറ്റാണോ, ഡിസ്ക്രൈബാണോ, ഡിലീറ്റ് ആണോ, അപ്ഡേറ്റ് ആണോ, അങ്ങനെ പല കോൾസുകളുണ്ട്. റോളിംഗ് അപ്ഡേറ്റ്സ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന കോമ്പോണൻറ്റിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകും. ഈ കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ വർക്കറിനോട് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജംപ് ഹോസ്റ്റിൽ എന്ന് പറയും, ചിലപ്പോൾ നമ്മുടെ ലോക്കൽ മെഷീനിൽ നിന്ന് പറയുന്നത്, നമ്മുടെ ക്ലസ്റ്ററിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് നമ്മുടെ ആക്ഷൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഈ API ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ API സെർവർ നമ്മൾ ഇതിനകത്തൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പോയി ചെക്ക് ചെയ്യുന്നത് HCD ചെന്നിട്ട് കസ്റ്റമർ എത്ര നോട്ട്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ തിരിച്ചു വന്നിട്ട് പറയും, ഓക്കെ എനിക്ക് API സെർവർ പറയും, ഓക്കെ ഇത്ര നോട്ട്സ് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഹെൽത്തി. എന്നിട്ട് ഈ ഷെഡ്യൂളർ എന്ന് പറഞ്ഞൊരു ഈ പറയുന്ന
നോട്ട്സ് ഹെൽത്തി ഇത്ര പറയുന്ന നോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ HCD പറയും. ഓക്കെ, അതാണ് നമ്മുടെ ഈ API സെർവർ കൊണ്ട് പറയുന്നത്. അതായത് കൺട്രോൾ മാനേജർ എന്ന് പറഞ്ഞൊരു എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് ആക്ച്വലി അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് കൺട്രോൾ സെപ്പറേഷൻ ചെയ്യുന്നത്. അതായത് കൺട്രോൾ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ഇതാണ്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എത്ര റെപ്ലിക്കേഷൻ വേണം, നമ്മളൊരു പോഡിൻ്റെ എത്ര റെപ്ലിക്കേഷൻ വേണം, അപ്പം അതിനെ മൊത്തം അപ്പം ഒരു ഈച്ച് ആൻഡ് എവറിത്തിങ്ങിന് നമുക്ക് ഇപ്പം പോഡ് റെപ്ലിക്കേഷൻ എത്ര വേണം, പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ എൻ പോയിൻറ്റ്സ് എന്തൊക്കെ വേണം, പിന്നെ സർവീസ് എന്തൊക്കെയുണ്ട് അതെല്ലാം. അതായത് നമ്മൾ ഈ കൺട്രോൾ മാനേജർ എന്ന് പറയുന്ന ഒരു കൊമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബഞ്ച് ഓഫ് ഒരു ബഞ്ച് ഓഫ് കൺട്രോളേഴ്സാണ് ആക്ച്വലി അവിടെ നടക്കുന്നത് ആക്ച്വലി. അപ്പം അത് നോഡിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അതതിൻ്റെ അപ്പ് ടൈം കാര്യങ്ങൾ, അതിൻ്റെ റെസ്പോൺസസ്, അത് ഡൗൺ ആണോ അല്ലയോ എന്നുള്ള അതിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോഡ് കൺട്രോളേഴ്സ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം വരുന്ന ഈ കൺട്രോൾ മാനേജറിനകത്ത് വരുന്ന കൊമ്പോണൻസുകളാണ്. അതുപോലെ തന്നെ എത്ര ഒരു പോഡ് നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിന് എത്ര റെപ്ലിക്കേഷൻസ് നമുക്ക് കീപ്പ് ചെയ്യണം. അപ്പം അതാരാണ് കീപ്പ് ചെയ്യുന്നത്? അത് കീപ്പ് ചെയ്യുന്നത് ഈ കൺട്രോൾ മാനേജറാണ്. കൺട്രോൾ മാനേജർ എന്ന് പറഞ്ഞാൽ കൊമ്പോണൻ്റാണ് ആ ഒരു പാർട്ട് കീപ്പ് ചെയ്യുന്നത്. അവനാണ് അതിനെ പറയുന്നത് എവിടെ എന്ത് ചെയ്യണമെന്നുള്ളത്. അതിപ്പം നമ്മൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഇട്ടു, നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മുടെ വെബ് സെർവറിലിട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഒരു പോഡിലിട്ടു. ആ പോഡിൽ കൊണ്ടുവന്ന് നമ്മൾ ആ പോഡ് മാത്രം റൺ ചെയ്യുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ഒരിക്കലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു സർവീസ് വേണം. അപ്പോൾ ആ സർവീസിൽ നിന്ന് ആ സർവീസ് കൊമ്പോണൻറ്റ് ആ ഒരു സർവീസ് കൊമ്പോണൻറ്റ് ആ ഒരു പർട്ടിക്കുലർ പോഡിൻ്റെ കൊമ്പോണൻറ്റിനെ നമുക്കൊരു എക്സ്പോസ് ചെയ്യണം. അതായത് നമ്മുടെ വെളിയിലത്തെ നെറ്റ്വർക്കിലേക്ക് എക്സ്പോസ് ചെയ്യണം. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോസ് കൊണ്ടുവരുമ്പോൾ അവിടെ ആക്ച്വലി സർവീസ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു എൻഡ് പോയിൻ്റാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെയൊക്കെ കണ്ടു എത്ര എൻ പോയിൻ്റ്, എത്ര സർവീസ് ഉണ്ട്, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആവാതെ ഈ പറഞ്ഞ ഒരു എൻ പോയിൻ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്ത വേറൊരാൾ വന്നിട്ട് വേറൊരു എൻ പോയിൻ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻ പോയിൻ്റ് കൊടുക്കാനായിട്ട് ഉള്ള കൺട്രോൾസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് എൻ പോയിൻ്റ് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സർവീസ് അക്കൗണ്ടിൻ്റെയും കൺട്രോളേഴ്സ് ഉണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളുടെയും കൺട്രോളേഴ്സ് നോഡ്, ആപ്ലിക്കേഷൻ, റെപ്ലിക്കേഷന്, എൻ പോയിൻ്റ് കൺട്രോളേഴ്സ്, ടോക്കൺ കൺട്രോളേഴ്സ്, അതുപോലെ സർവീസ് കൺട്രോളേഴ്സ്, ഇതൊക്കെ അങ്ങനെ പല കൺട്രോൾമെൻറ്റ്സ് ഉണ്ടാവും. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ കൺട്രോൾ മാനേജറായിരിക്കും. പിന്നുള്ളത് നമുക്കെന്ന് പറഞ്ഞാൽ HCD എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ് HCD പോയി ചെക്ക് ചെയ്തിട്ട് എത്ര നോഡ് ഉണ്ടെന്നുള്ളതിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എടുക്കുക. HCD എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസാണ്. ആക്ച്വലി ഇതൊരു കീ വാല്യൂ സ്റ്റോറാണ്. നമുക്ക് ഈ ക്ലസ്റ്ററിൽ വരുന്ന ഓരോ ചേഞ്ചസുകളും കാര്യങ്ങളും എല്ലാം, അതായത് എത്ര നോഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇത് ഹെൽത്തി ആണോ, അതിൽ എത്ര പോഡ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഈ നോഡിൻ്റെ സൈസ് എന്താണ്, CPU എന്താണ്, മെമ്മറി എത്ര ഉണ്ട്, എത്ര ബാക്കിയുണ്ട്, ഇത്ര പോഡ് എവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഈച്ച് ആൻഡ് എവ്രിത്തിങ് ഡീറ്റെയിൽഡായിട്ട് അവൻ ഇവിടെ HCD. അപ്പം HCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ചോദിക്കും HCD അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതൊരു ഡേറ്റാബേസ് അല്ലേ, അപ്പം ഡെഫിനറ്റ്ലി ഇതൊരു മേജർ കൊമ്പോണൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, ഡെഫിനറ്റ്ലി. ഈ HCD പോയാൽ HCDക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ക്ലസ്റ്റർ പോയി. അതുകൊണ്ടാണ് HCD എപ്പോഴും ബാക്കപ്പ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ഡേറ്റാ സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ചെയ്യും, ക്ലൗഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവർ കൺസിഡർ ചെയ്തോളും. പിന്നെ ഡേറ്റാ സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മളിപ്പോൾ മാസ്റ്ററിനോട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വെക്കുന്നൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ മാസ്റ്ററിനോട് എന്ന് പറയുമ്പോൾ സിംഗിൾ മാസ്റ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും 2 വർക്കർ വെക്കും. പക്ഷേ സിംഗിൾ മാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫോൾട്ട് ടോളറൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ മാസ്റ്ററിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സാധനം പോയി, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വർക്കാവാതിരിക്കത്തില്ല, ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിനകത്തോട് നടക്കില്ല. അതൊന്നും. പിന്നെ നമ്മൾ കോമ്പിനേഷൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും 2 മാസ്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 3 മാസ്റ്റർ എന്നുള്ള കോൺസെപ്റ്റാണ്.
3 മാസ്റ്റർ 3 വർക്കർ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. 3 വർക്കർ അല്ലെങ്കിൽ 2 വർക്കർ നമുക്ക് വേണമെങ്കിൽ വെക്കാം. വർക്കർ നമുക്കൊരു ഇഷ്യൂ അല്ല. വർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു കപ്പാസിറ്റി ഹോൾഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും റിഡൻഡൻ്റായിട്ട് കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ മാസ്റ്റർ എപ്പോഴും റെപ്ലിക്കേഷൻ ഷുഡ് ബി വൺ എന്ന് പറയുന്നത് ഫോൾട്ട് ടോളറൻ്റ് അല്ല, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. മിനിമം 3 മാസ്റ്റേഴ്സ് ആണ് ഇതിൻ്റെ ഒരു ഓഡ് രീതിയിലാണ് ആക്ച്വലി ഇതിൻ്റെ പോകുന്നത്. അതങ്ങനെയാണ് വെക്കേണ്ടത്, അതാണ് അതിൻ്റെ തിയറി. നമുക്ക് അപ്പം നമ്മളോട് നമ്മൾ മാനുവലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലസ്റ്ററിനകത്ത് നമ്മൾ അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് HCD എന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര റെപ്ലിക്കേഷൻസ് വെക്കേണ്ടി വരും? ഇപ്പോൾ ഒരു 3 മാസ്റ്ററിൻ്റെ റെപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ മൂന്ന് റെപ്ലിക്കേഷൻസ് കീപ്പ് ചെയ്യും. അപ്പം നമുക്ക് 100% ഫോൾട്ട് ടോളറൻസി നമുക്ക് അവിടെ കിട്ടുകയാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൽ നിന്ന് നമുക്ക് റിസ്റ്റോർ ചെയ്യാം. നമ്മുടെ HCD ബാക്കപ്പ് ഉണ്ട് ഓൾറെഡി റണ്ണിങ് ആണ്. നമ്മുടെ ക്ലസ്റ്റർ ഒരിക്കലും ഡൗൺ ആവണില്ല അവിടെ. പക്ഷേ ഒരു സിംഗിൾ മാസ്റ്റർ പെയിൻ ആണെന്നുണ്ടെങ്കിൽ, സിംഗിൾ മാസ്റ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ മാസ്റ്റർ പോയി നമ്മൾ പിന്നെ ഞാൻ അതിനെ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരാം, നോ ഇഷ്യൂസ്. കൊണ്ടുവരാൻ വെച്ച പാടാണ്, അത് ഒരു ഹെക്ടിക് ജോബാണ് ആക്ച്വലി. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻലി മാസ്റ്ററിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം പിന്നുള്ളത് ഷെഡ്യൂളറാണ്. ഈ ഷെഡ്യൂളർ എന്ന് പറഞ്ഞൊരു കൊമ്പോണൻ്റാണ് ആക്ച്വലി ഏതിനെ എവിടെ പ്ലേസ് ചെയ്യണം, ഏതിന് എങ്ങോട്ട്. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഇത് നമ്മുടെ ഡേറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഷെഡ്യൂളറാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, ഈ നോഡിൽ ഇത്ര സ്പേസ് ഉണ്ട്, ഓക്കെ അങ്ങോട്ട് വിട്ടോളൂ. ഈ നോഡിൽ ഇത്ര സ്പേസ് ഉണ്ട്, ഇതിലിടാം. അപ്പോൾ 2 റെപ്ലിക്ക. ഓക്കെ, എൻ്റെ ഒരു പോഡ് താഴെ പോയി ഉടനെ എനിക്കൊരു പുതിയൊരു പോഡ് വേണം എങ്കിൽ പോഡ് വന്നാൽ തന്നെ അത് എങ്ങോട്ട് പോകണം, ആ നോഡിൽ തന്നെ വേണോ, അതോ ആ നോഡിൻ്റെ കുഴപ്പം കൊണ്ടാണോ അത് പറ്റിയത്, അതോ നമുക്ക് വേറൊരു നോഡിലോട്ട് കൊണ്ടുവരണോ എന്നൊക്കെ ഉള്ള ഒരു ഡിസിഷനും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് ഈ ഷെഡ്യൂളറാണ് എടുക്കുന്നത് ആക്ച്വലി. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യൂബ് പ്രോക്സി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ക്യൂബ് പ്രോക്സി എന്ന് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കണം. ക്യൂബ് പ്രോക്സി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ക്യൂബ് പ്രോക്സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ നെറ്റ്വർക്ക് കൊമ്പോണൻറ്റ്. അതായത് നെറ്റ്വർക്ക് കൊമ്പോണൻ്റാണ് ഈ തമ്മിൽ പറയുന്ന. ഇപ്പം നിങ്ങളിപ്പം നമ്മുടെ ഇതടിച്ച് നമ്മൾ എന്തൊക്കെ നോട്ട്സോ അല്ലെങ്കിൽ എത്ര പോർട്സോ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ അറിയാം നമുക്ക് ക്യൂബ് പ്രോക്സി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എത്ര വർക്കറിനോട് നമ്മുടെ കയ്യിലുണ്ടോ അതിന് ഈക്വലൻ്റായിട്ടുള്ള പ്രോക്സീസ് എപ്പോഴും കാണും. അതായത് പ്രോക്സീസ് എപ്പോഴും ലേ ചെയ്യുന്നത് നമ്മുടെ ഇതിനകത്താണ്, ഓരോ വർക്കർ നോട്ട്സിനകത്താണ്. എന്തിനാണ് അത് വെക്കുന്നത്? ആക്ച്വലി നിങ്ങളുടെ പോഡിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ പോകുന്ന ഈ ക്യൂബ് പ്രോക്സി എന്ന് പറയുന്ന ഒരു പോഡിൻ്റെ ഇതിലൂടെയാണ്. ഇത് ഒരു നെറ്റ്വർക്ക്, ഈ ഒരു കൊമ്പോണൻ്റാണ് ആക്ച്വലി ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത് മാസ്റ്ററും വർക്കർ നോട്ട്സും തമ്മിലുള്ളത്. അപ്പം അതാണ് ആക്ച്വലി ഈ ക്യൂബ് പ്രോക്സി എന്ന് പറയുന്ന കൊമ്പോണൻ്റ് ചെയ്യുന്നത് മെയിൻലി. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ക്യൂബ്ലെറ്റ്സ് ആണ് സർവീസസ്. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന മാസ്റ്റർ നോഡിലോട്ട് ഈ പറയുന്ന നോഡ് ഈ മാസ്റ്റർ നോഡിലോട്ട് ആഡായിട്ട് അത് ലൈവാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു സർവീസാണ് ആക്ച്വലി ഇതിൻ്റെ ബൈനറിയും കാര്യങ്ങളും എല്ലാം. അതായത് ഇതിനോട്ട് ആഡ് ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ ലൈവ്നെസ് കീപ്പ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ചെയ്യുന്നത് ഈ ക്യൂബ്ലെറ്റ് എന്ന് പറഞ്ഞ സർവീസാണ്. ഈ സർവീസ് എപ്പോഴും ഈ ഒരു മാസ്റ്ററുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും. ആ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നമ്മുടെ ഷെഡ്യൂളറിലും ഈ പറയുന്ന HCDയിലും ഒക്കെ അതിൻ്റെ ഡേറ്റാസ് കീപ്പ് ചെയ്യുന്നത്. അത് കൺട്രോൾ എന്ന് പറഞ്ഞൊരു കൺട്രോൾ പോയിൻ്റ് ആയിരിക്കും ഇതിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം പോകുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ API കോൾസാണ്. ഇവർ തമ്മിൽ ഈ പറയുന്ന എല്ലാ കൊമ്പോണൻസും എല്ലാം പ്രത്യേകം ഇത് സർവീസസ് ആയിരിക്കും. അത് നമുക്ക് നമ്മുടെ വർക്കർ നോഡിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊരു സർവീസായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ക്യൂബ് പ്രോക്സി നമുക്ക് വെറും പോർട്സ് ആയിട്ടായിരിക്കും കാണുന്നത്. ഈ പറയുന്ന പ്രോക്സി ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാം API വഴിയാണ്, API കോൾസ് വഴിയാണ് ഇതിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് മെയിൻലി നമുക്ക് ഉള്ള മെയിൻ കൊമ്പോണൻസ് ഓഫ് ദ കുബർനെറ്റിസ് ക്ലസ്റ്റർ. നമുക്ക് ഇനിയിപ്പം നെക്സ്റ്റ് ഇതിൽ മുതൽ നമുക്ക് ഇതിൻ്റെ ഓരോ എലിമെൻറ്റ്സ് കാണാം. ഞാൻ പറഞ്ഞ പോലെ നോട്ട്സ്, പോഡ്സ് അങ്ങനത്തെ കുറേ എലിമെൻറ്റ്സിനെ കുറിച്ച് കാണാം. നമുക്കത് ഓരോന്നായിട്ട് നമുക്കത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതോടുകൂടി നമ്മുടെ തിയറി പാർട്ട് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആവുകയാണ്.
നമ്മൾ ഇനിയിപ്പം മൊത്തം ഇനിയിപ്പം പ്രാക്ടിക്കലിലേക്കായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെർവേഴ്സ് അപ്പാക്കി നമ്മൾ അതിന് ഇൻസ്റ്റലേഷൻ ചെയ്ത് നമ്മളിനി ഇൻസ്റ്റലേഷനിലോട്ടൊക്കെ കടക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.